ഹായ് എവരിവൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കനുപ്രിയയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗത്ത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 3 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിന് വളരെ ഷോർട്ടായിട്ട് ആൻസർ എഴുതിയാൽ മതിയാവും. ഒരു 2 വരിയൊക്കെ ഉള്ള ആൻസർ തന്നെ മതി. ഒരുപാട് എഴുതിയിട്ട് നമ്മുടെ പേപ്പർ നോക്കുന്ന ആളുടെ ആ മൂഡ് കളയരുത് കേട്ടോ. പിന്നെ മാക്സിമം ഇങ്ങനെ നമ്പർ ബേസ് ആയിട്ട് തന്നെ നമ്മൾ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കനുപ്രിയ കിസ് തരഹ് കി രചന ഹേ? കനുപ്രിയ ഏത് തരത്തിലുള്ള രചനയാണ്? രാധാക്ക് പ്രേം ഓർ വിരഹ്ക്ക് കൃഷ്ണയ്ക്ക് വിരാടതയ്ക്ക്. രാധയുടെ സ്നേഹത്തോടും വിരഹത്തോടുമുള്ള കൃഷ്ണൻ്റെ വിരാടതയെക്കുറിച്ചാണ് ഈ രചനയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആഡ് ചെയ്യരുത്, ഒരു ലൈനൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. കനുപ്രിയക്ക് കേന്ദ്രീയ കൽപ്പന. കനുപ്രിയയുടെ ആ കേന്ദ്രീയമായ അതിൻ്റെ ആ ഒരു മീനിങ് എന്താണെന്നുള്ളത്. राधा और कृष्ण की तन्मयता के क्षणों के परिप्रेक्ष्य में कृष्ण को महाभारत युद्ध के महानायक के रूप में तोला गया. രാധയും കൃഷ്ണനും തമ്മിലുള്ള രാധയ്ക്കും കൃഷ്ണനും ഇടയിലുള്ള ആ തന്മയമായ നിമിഷങ്ങളിൽ വെച്ച് നോക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധത്തിൽ ഒരു മഹാനായകനായിക്കൊണ്ട് നമ്മുടെ കൃഷ്ണൻ വരുന്നതാണ് ഈ ഒരു കനുപ്രിയയുടെ കേന്ദ്രീയ കൽപ്പന. നെക്സ്റ്റ്, കനുപ്രിയ കോൻ ഹേ? കനുപ്രിയ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കനുപ്രിയ എന്ന് പറഞ്ഞാൽ ആരാണ്? കനുപ്രിയ കാ മത്ലബ് കൃഷ്ണ കാ പ്രിയ ഹേ ഓർ വഹ് രാധ ഹേ. കനുപ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ പ്രിയയാണ്, അത് ആരാണ്? രാധയാണ്. ഇവിടെ കനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാണ്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോൾ കനു എന്നുള്ളതിനെ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കനുവിൻ്റെ വിശേഷണം എഴുതാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതും കനുപ്രിയയും തമ്മിൽ മാറിപ്പോവരുത്. കനു എന്ന് പറയുന്നത് കൃഷ്ണനെയാണ്, കനുപ്രിയ എന്ന് പറയുന്നത് രാധയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. नेक्स्ट क्वेश्चन, कनुप्रिया में किसकी अनुभूतियों का वर्णन किया गई है? കനുപ്രിയ में രാധാ के प्रेम और विरह की अनुभूतियों का वर्णन किया है. കനുപ്രിയയിൽ രാധയുടെ പ്രേമത്തെയും വിരഹത്തിൻ്റെയും ആ അനുഭൂതികളെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. കനുപ്രിയ കാ അധൂരാപ്പൻ കൈസെ ചിത്രിത് കി ഗയി ഹേ? കനുപ്രിയയുടെ ആ അപൂർണത, അധൂരാപ്പൻ മീൻസ് അപൂർണത, എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? കൃഷ്ണയ്ക്ക് ബിന രാധ അപൂർണ പഠിത്ത ഹേ. കൃഷ്ണനെ കൂടാതെ രാധ അപൂർണയാണ്. വഹ് കൃഷ്ണയ്ക്ക് പുക്കാർ കാ പ്രതീക്ഷ മേം ഹേ. അവർ കൃഷ്ണൻ്റെ ഓരോ വിളിയുടെയും പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കൃഷ്ണനില്ലാതെ എന്തില്ല? രാധ ഇല്ല. രാധയുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാണ് കൃഷ്ണൻ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കതിനെ ആഡ് ചെയ്തിട്ട് പോയിൻറ്റ്സ് കൂട്ടാവുന്നതാണ്. പക്ഷേ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഷോർട്ട് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ 3 മാർക്കിൻ്റെ ഈ 15 ക്വസ്റ്റ്യൻസ് എപ്പോഴും പെട്ടെന്ന് എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക. എന്നുണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ടൈം ബൗണ്ടായിട്ട് എഴുതി തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഷോർട്ടായിട്ടേ ആൻസേഴ്സ് എഴുതിയിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം ഇതിനൊക്കെ ആൻസേഴ്സ് എഴുതാനായിട്ട്. ഞാൻ വളരെ ഷോർട്ടായിട്ട് 3 വരിയിലൊക്കെ ആൻസർ ഒതുക്കിയിട്ടുണ്ട്. അതൊന്നും പോരാ. ശരിക്കും 5 മാർക്കിനെന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ്, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാരഗ്രാഫ്, അതായത് ഒരു നമ്മുടെ ആ എക്സാം എഴുതുന്ന ആ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മുടെ ആൻസർ വരണം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ 3/4 ഭാഗത്തോളം നമ്മുടെ ആൻസർ വരണം. പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് പദ്യവിഹാറിലൊക്കെ ഓരോ കവിതകളുടെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ആ കവിയെക്കുറിച്ചുകൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾ ആ ആൻസർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല പോയിൻറ്റ്സ് ആയി തോന്നുന്നതിനൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. കനുപ്രിയ में ചിത്രിത് രാധ കിസ് പ്രകാർ की നാരി ഹേ? കനുപ്രിയയിൽ ചിത്രീകരിച്ചിരിക്കുന്ന രാധ ഏത് തരത്തിലുള്ള സ്ത്രീയാണ്? രാധ കൃഷ്ണയ്ക്ക് പ്രേമിക ഹേ. രാധ കൃഷ്ണൻ്റെ പ്രേമികയാണ്. വഹ് ലാജ്വതി ഹേ ഫിർ ബി ആധുനിക ഹേ. അവർ വളരെയധികം നാണമുള്ളവളാണ്, എന്നാലും കുറച്ച് ഒരു സ്ട്രോങ് ആണ്. വഹ് കാം കലാവുമേം നിപുൺ ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കനുപ്രിയക്കോ പ്രേം പക്ഷ്. കനുപ്രിയയുടെ പ്രേമത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കനുപ്രിയ में प्रेम का सर्वाधिक महत्व है. കനുപ്രിയയിൽ പ്രേമത്തിന് വളരെയധികം മഹത്വമുണ്ട്. പ്രേം കെ ബിന രാധ ഓർ കൃഷ്ണ കാ അസ്തിത്വ നഹി. പ്രേമമില്ലാതെ രാധയുടെയും കൃഷ്ണൻ്റെയും ആ നിലനിൽപ്പ് തന്നെ ഇല്ല. യഹാ പ്രേം സമർപ്പൺ ഹേ. ഇവിടെ പ്രണയം സമർപ്പിതമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് ആൻസർ എഴുതിയിട്ടുള്ളൂ. ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരുപാടാക്കിയിട്ട് എഴുതണം. ഒരു 3/4 പേജോളം എഴുതണം. മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ അപ്പുറമൊക്കെ അത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ആ ഒരു ലെങ്ത്ത് എന്തായാലും എത്തിക്കണം. പിന്നെ ഇങ്ങനെ വരുന്ന ഈ കീ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കീ പോയിൻറ്റ്സ്, അതുപോലെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും ഓരോ കീ പോയിൻറ്റ്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിൻറ്റ്സിൻ്റെ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് നമ്മുടെ പേപ്പർ കാണുമ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആവും.
നെക്സ്റ്റ് കനൂക്ക ചരിത്ര ചിത്രം കീജിയെ, കനുവിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കനുവിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്, കൃഷ്ണൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്തും എഴുതാം കേട്ടോ. നമ്മൾക്ക് കൃഷ്ണനെ കുറിച്ച് അറിയാവുന്ന എല്ലാ ഫീച്ചേഴ്സും എഴുതാം. കനുവിൻ്റെ ആ നിറം, ആ സാവരെ, അതായത് അദ്ദേഹം ഒരു മങ്ങിയ നിറമാണല്ലോ, ആ നിറത്തെക്കുറിച്ച് എഴുതാം. രാധയുടെയും കൃഷ്ണൻ്റെയും തമ്മിലുള്ള ആ പ്രണയത്തെക്കുറിച്ച് എഴുതാം. രാധയ്ക്ക് കൃഷ്ണനെ കാണുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതാം. അദ്ദേഹത്തിൻ്റെ ഏതൊരു വർണ്ണനയെക്കുറിച്ചിട്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ എഴുതിയിട്ടുള്ളത് നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം കേട്ടോ. ഇനി ഇതുപോലെ ഇപ്പോൾ കനൂക്ക ചരിത്ര ചിത്രനാണ് ചോദിച്ചിട്ടുള്ളത്. മേ ബി കനുപ്രിയാക്ക ചരിത്ര ചിത്രനും ചോദിക്കാം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്തായാലും 2 ക്വസ്റ്റ്യൻസ് കനുപ്രിയയിൽ നിന്ന് തന്നെ ആവട്ടോ. അപ്പോൾ കനുപ്രിയ മാത്രം പഠിച്ചു പോയ ഒരാളാണെങ്കിലും മാക്സിമം 22 മാർക്ക് 20 മാർക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് എഴുതുന്നതിനോടൊപ്പം തന്നെ ആ എഴുതുന്ന രീതി വളരെ നീറ്റായിരിക്കണം. ഒരു 1.5-2 പേജ് വരെയൊക്കെ നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാം. പക്ഷേ എഴുതുന്ന സമയത്ത് വളരെ നീറ്റായിരിക്കണം, നല്ല പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. എഴുതിയത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. പക്ഷേ അതിൽ എന്താ പറയുക, അതിലൊരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. ഇതിനല്ലേ നേരത്തെ വായിച്ചതെന്ന് നമ്മളെ പേപ്പർ നോക്കുന്ന ആൾക്ക് തോന്നരുത്. ആ രീതിക്ക് വേണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാരഗ്രാഫുകളാക്കിയിട്ട് എഴുതാം. ഒരു 5-6 സെൻറ്റൻസുകളുള്ള ഒരു 3-4 പാരഗ്രാഫുകളാക്കിയിട്ട് എഴുതുക. അതാകുമ്പോൾ നമ്മുടെ ആ ആൻസർ ഷീറ്റ് കാണാൻ തന്നെ നല്ല വൃത്തി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. കൃഷ്ണയ്ക്ക് ബിനാ രാധ അധൂരി ഹേ, കൃഷ്ണനില്ലാതെ രാധ അധൂരിയാണ്. അധൂരി മീൻസ് നേരത്തെ പറഞ്ഞല്ലോ, അപൂർണയാണ്. കനുപ്രിയാക്കെ ആധാർ പർ സ്പഷ്ട കരയും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ അത് 2 മാർക്കിനാണ് എഴുതിയത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ലെങ്തി ആക്കിയിട്ട് തന്നെ അത് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോയിൻറ്റ്സ് ഇതിൽ ഉൾപ്പെടുത്താന്നുള്ളത്. ഇതിൽ ഞാൻ പോയിൻറ്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഇത് ഓരോ പോയിൻറ്റ്സും വേണമെങ്കിൽ ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് തന്നെ എഴുതാം. ഓക്കെ, कृष्ण युग पुरुष के रूप में आता है. वह जीवन के राग विराग के प्रति अनमुख और ईमानदार है. കൃഷ്ണൻ യുഗപുരുഷൻ്റെ രൂപത്തിൽ വരുന്നു. അദ്ദേഹം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്താണ്, വളരെ ആത്മാർത്ഥതയുള്ളവനാണ്. വഹ് ചിരഞ്ജൻ പ്രേമി ഹേ, അദ്ദേഹം ഒരിക്കലും അവസാനിക്കാത്ത പ്രേമിയാണ്, കാമുകനാണ്. കൃഷ്ണയ്ക്ക് സാരെ സങ്കല്പ രാധാക്കെ ചുടുക്കർ ഹി സാർത്ഥക് പാത്തേ ഹേ, കൃഷ്ണൻ്റെ ഓരോ സങ്കല്പങ്ങളും അർത്ഥവത്താകുന്നത് രാധയോട് ചേർക്കുമ്പോഴാണ്. രാധാക്കെ പ്രശ്നോക്ക ഏക് ഉത്തർ ഹേ, രാധയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരമാണുള്ളത്. കനു ഉൻക സർവ് ഹേ, കനു അവരുടെ എല്ലാമാണ്. രാധ എന്ന് എഴുതിയിട്ടുള്ളതിൽ പലയിടത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ധായുടെ മേലെ വരയ്ക്കില്ല. നമ്മൾ രാധ എന്നുള്ളത് എല്ലായിടത്തും എഴുതുന്ന ഒരു വേർഡാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് കറക്റ്റാക്കിയിട്ട് എഴുതണേ. നെക്സ്റ്റ് കനുപ്രിയാക്കി കഹാനി, ഇത് 10 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുള്ള നമ്മൾക്കും കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കനുപ്രിയാക്കി കഹാനി, ആ കനുപ്രിയയുടെ ആ കഥ എഴുതാനായിട്ട്. ഇതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തും എഴുതാം. 10 മാർക്കിന് വാരി വലിച്ചെഴുതാം, പക്ഷേ നല്ല പോയിൻറ്റ്സ് ആയിരിക്കണം. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് ആണ് കേട്ടോ തന്നിരിക്കുന്നത്. प्रिया राधा के प्रणयनी भावों के माध्यम से जीवन को समझने को प्रयास है. കനുപ്രിയ എന്നത് എന്താണ്, രാധയുടെ ആ പ്രണയിനി ഭാവത്തോടു കൂടി, ആ പ്രണയിനി എന്ന ആ ഒരു കൺസെപ്റ്റോട് കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കവിതയാണ്. ഇസ്മേ മുഖിൻ സന്ദർഭക വിശ്ലേഷൺ ഹേ, അതിൽ ഒരുപാട് സന്ദർഭങ്ങളുടെ വിശ്ലേഷൺ, അതിൻ്റെ ആ ഒരു മീനിങ് ഉണ്ട്. രാധ ജഡ് നഹി ഗതിശീൽ ഹേ, രാധ എന്തല്ല, ഒരു ജഡമല്ല, ഗതിശീലാണ്. അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കനുക പ്രേം ആത്മാക്ക പ്രേം ഹേ, കനുവിൻ്റെ പ്രണയം, കൃഷ്ണൻ്റെ പ്രണയം ആത്മാവിൻ്റെ പ്രണയമാണ്. സമർപ്പൺ ഹേ, രാധാ കാ പ്രേം നിശ്ചൽ ഭാവനാവും കാ ഹേ, രാധയുടെ സ്നേഹം നിശ്ചലമായ ഭാവങ്ങളുടേതാണ്. പ്രകൃതിക്ക് കണോമേം രാധ കൃഷ്ണക്കോ ദേഖ്തി ഹേ, പ്രകൃതിയുടെ കണങ്ങളിൽ പോലും രാധ കൃഷ്ണനെ കാണുന്നു. ദോനോം അന്തരംഗ രഗാ ഹേ, രണ്ടുപേരും അന്തരംഗ സഖ, രണ്ടുപേരും വളരെ ഉറ്റ സുഹൃത്തുക്കളാണ്. ഇസ്മേം നാരി മാനസികതാക്കി അഭിവ്യക്തി ഹേ, ഇതിൽ നാരി സ്ത്രീകളുടെ മാനസികാവസ്ഥയെയാണ് അഭിവ്യക്തി, അതായത് അതിൽ കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അസ്തിത്വക്ക് സമസ്യ ഹേ, നിലനിൽപ്പിൻ്റെ കാര്യങ്ങളുണ്ട്. യുദ്ധക്ക് സമസ്യ ഹേ, യുദ്ധത്തിൻ്റെ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതേണ്ടതില്ല. നിങ്ങൾക്ക് ഇതിൽ 1-2 പോയിൻറ്റ്സ് ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ 4-5 പാരഗ്രാഫ്സ് ആക്കിയിട്ട് ഒരു 1.5-2 പേജ് വരെയൊക്കെ ആക്കിയിട്ട് എഴുതുക ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. രാധയുടെ വിരഹം, രാധയുടെ സ്നേഹം, ഇതിനെക്കുറിച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ.
ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.